ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാനും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നല്ലപോലെ വന്ന് ഉറങ്ങി. ഇപ്പം എണീറ്റ് മോൻ കഴിയുമ്പോഴാണ് പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തേ. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇന്നാണ് എനിക്ക് സമയം കിട്ടുക. നൈറ്റ് ആകുമ്പോൾ അറിയാലോ, നല്ല ഉറക്കമായിരിക്കും. ഉറക്കം എടുക്കാനുള്ള മൂഡ് വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നാട്ടിൽ പോയിട്ട് കഴിഞ്ഞ് ഒരു വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ചായ കുടിച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാവരും? അപ്പം നാട്ടിൽ ചെന്നപ്പോഴുണ്ടല്ലോ ഞാൻ പിന്നെ ലോക ഫിലിം കണ്ടു കേട്ടോ. അടിപൊളി ഫിലിമാണ്. അവളുടെ മീൻസ് നമ്മുടെ കല്യാണിയുടെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ സൂപ്പർ. അയ്യോ, ഞാൻ എനിക്ക് പുള്ളിക്കാരുടെ ആ സ്ട്രക്ചറും ആ സ്റ്റൈലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മൂവി കാണുന്ന ഒരു ഇതായിരുന്നു, നമുക്ക് സ്പിരിറ്റായിരുന്നു കേട്ടോ. അതുപോലത്തെ ആണല്ലോ എൻ്റെ ഷൂട്ടും അതിൻ്റെ എല്ലാം അതുപോലെയാണല്ലോ. അപ്പോൾ ഇത് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ എം ജി റോഡാണ്. ഇവിടുത്തെ ബാംഗ്ലൂരിലെ എം ജി റോഡാണ്. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ പോകാനായിട്ടൊരു 25 റുപ്പീസ് ബസ് ഫെയർ ഉള്ളൂ എം ജി റോഡിൽ പോകാനായിട്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ഷൂട്ടിങ്. കണ്ടു കഴിഞ്ഞൊരു ഇംഗ്ലീഷ് ഫിലിം ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു പ്ലേസ് പോലെ തന്നെ കാണും. അപ്പം നൈറ്റ് ഷൂട്ടാണല്ലോ. കാരണം എല്ലാം ഇംഗ്ലീഷ് മൂവികൾ ഏകദേശം എടുക്കുന്ന അതുപോലത്തെ മീൻസ് അതുപോലെയാണല്ലോ ഇംഗ്ലീഷ് മൂവി എടുക്കുന്നത്. നമ്മളെപ്പോഴും ഇംഗ്ലീഷ് മൂവി എപ്പോഴും നമ്മളൊരു പിന്നെ ഒരു ഡേ ടൈമിൽ എടുക്കുന്നത് കണ്ടില്ല. എല്ലാവരും ഡാർക്കായിട്ട് ഒരു ഷെയ്ഡായിട്ടല്ലേ അവരെടുക്കുന്നത്. അപ്പം അടിപൊളി ഫിലിമായിരുന്നു. ഇവിടുന്ന് സൂര്യൻ്റെ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന കാണാം അല്ലേ? അപ്പം ഞാൻ ചായ ഒന്നും കുടിച്ചില്ല, എണീറ്റു. അപ്പം നാട്ടിൽ ചെന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ ഞാൻ ചെന്ന ഉടനെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ പുറത്ത് പോയി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചായ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്നപ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ചായ എനിക്ക് കടയിൽ കയറി ചായ കുടിക്കണം. ചായ, പഴംപൊരി ഒക്കെ ഡെയിലി പോയി കഴിക്കും. അതിനായിട്ട് പോകുന്നില്ല, ഡെയിലി വീട്ടിലിരിക്കാറില്ല, ഡെയിലി പോയിട്ട് ചായ, പിന്നെ പാലൻ ചായ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ചായ എന്ന് പറഞ്ഞു കഴിയുമ്പം അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പൊടിയൊക്കെ, ചായപ്പൊടിയൊക്കെ അങ്ങനെ ഉണ്ടാകുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഫിൽറ്റർ ചായ അങ്ങനെ പൊടിയൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് വേണ്ട. ചിലപ്പോൾ പഴംപൊരി, ഞാൻ ചിലപ്പോൾ 2 പഴംപൊരിയും 2 ബോണ്ടൊക്കെയൊക്കെ അടിക്കും. കൊതിയ എനിക്ക് കഴിക്കാനായിട്ട്. പക്ഷേ പണ്ടത്തെ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിലൊക്കെ കയറുമ്പം പഴംപൊരിക്കൊക്കെ എന്നാ രുചിയാണെന്നറിയാമോ? രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഇപ്പോൾ ഇല്ല. അതിൻ്റെ ടേസ്റ്റ് പോയി. പഴംപൊരി, ബോണ്ടൊക്കെ അതിൻ്റെയൊക്കെ ആ ടേസ്റ്റൊക്കെ ഓർത്താണ് ഞാൻ ചെല്ലുന്നത്. 1-2 കടലൊക്കെ ചെന്നപ്പോൾ എനിക്ക് പഴയ ടേസ്റ്റൊക്കെ കിട്ടി. പിന്നെ എൻ്റെ ആങ്ങളുടെ മോളുടെ വീടിൻ്റെ അവിടെ പോയപ്പം ഒരു ചെറിയ കടയുണ്ട് കേട്ടോ. അത് വില്ലേജാണ്. അവിടെ ചെന്നപ്പം നമ്മുടെ പഴയ പഴംപൊരിയുടെ ടേസ്റ്റൊക്കെ വന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഡെയിലി കപ്പയും മീനും പിന്നെ ചിക്കനും ഒക്കെയാണ്. ഒരു ദിവസം ഞാൻ ചിക്കനൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ ഫ്രൈ ഒക്കെ ചെയ്തു കഴിച്ചു. ബീഫ് വാങ്ങിച്ചില്ല. ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് അവരും വാങ്ങിച്ചിട്ടില്ല. പന്നി ഒരു പ്രാവശ്യം വാങ്ങിച്ചു. പന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാനും പന്നി വാങ്ങാറില്ല, അതുകൊണ്ട് പന്നി വാങ്ങിച്ചു. അങ്ങനെ നല്ലപോലെ എൻജോയ് ചെയ്ത് ഈ പ്രാവശ്യം കേട്ടോ. എൻജോയ് ചെയ്ത് കറുത്ത് ടാൻ അടിച്ച് ഞാൻ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറയാനില്ല. മുഖമൊക്കെ ഇപ്പോഴും അതിൻ്റെ പോയിട്ടില്ല കേട്ടോ. ഞാൻ മുഖത്തൊന്നും ചെയ്തിട്ടില്ല, ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല, ഞാൻ ഹോം മെയ്ഡ് ഒന്നും ചെയ്തില്ല. കാരണം ഇൻട്രസ്റ്റ് ഇല്ല. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് വന്ന് കിടന്നു, ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അപ്പം ഞാൻ നല്ലപോലെ എങ്ങനെയൊക്കെയോ മെലിച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത ഞാൻ നല്ലപോലെ തടിച്ച് കൊഴുത്താണ് വന്നത്. പറയാൻ മതി. എൻ്റെ അമ്മയുടെ കൂടെയാണ് കേട്ടോ ഫിലിമിന് പോയത്. അമ്മയ്ക്ക് നല്ല ഏജുണ്ടെന്ന് അറിയാലോ. ഞാൻ അമ്മേനെ ബസ്സിന് തന്നെ കയറ്റിക്കൊണ്ടുപോയി. ബസ്സിലൊക്കെ പിടിച്ച് നമ്മുടെ ഇവിടുത്തെ ബസ്സുണ്ടല്ലോ, KSRTC ബസ്സാണേലും പ്രൈവറ്റ് ബസ്സാണേലും ഉണ്ടല്ലോ, സ്റ്റെപ്പ് ഭയങ്കര ഹൈറ്റാണ്. അപ്പം നമുക്ക് പോലും കയറിയിട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയില്ല ഈ ഗവൺമെൻറ് എന്താ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഏത് ഗവൺമെൻറ് വന്നാലും എന്ത് വന്നാലും നമ്മുടെ ഈ നാട്ടിലെ ഈ ബസ്സിൻ്റെ സ്റ്റെപ്പ് കുറച്ച് ലോ ആയിട്ട് ചെയ്യണം. ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ ഞാൻ സൂത്രം കാണിച്ചു തരാവേ. ഇതുണ്ടോ സൺസെറ്റ്, എന്താ ഭംഗിയല്ലേ? ആകാശം കാണാൻ. അതിനകത്തോടെ 2 ഇവിടെ കാണാൻ നോക്കട്ടെ. എന്തിയാ അവർ കാണുന്നില്ല. 2 കാക്കകൾ പറന്നു നടക്കുന്നു. നോക്കട്ടെ കാണാവോന്ന്. എന്തൊക്കെയാ ഇത് കണ്ട് നിങ്ങൾ? അടിപൊളി. എന്താ ഭംഗിയല്ലേ? അപ്പോൾ കടല നല്ല ക്ലൈമറ്റല്ലേ, നല്ല ഈവനിങ് കണ്ട നല്ല സൺസെറ്റൊക്കെ ആയിട്ടല്ലേ? ആകാശം കാണാൻ എന്ത് ഭംഗി, കടൽ പോലെ ഉണ്ട്.
അപ്പോൾ എന്താ പറയുന്നറിയോ, നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ KSRTC ബസ്സാണേലും പ്രൈവറ്റ് ബസ്സാണേലും അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര ഹൈറ്റല്ലേ, ഇറങ്ങാനും കയറാനൊക്കെ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ എൻ്റെ അമ്മേനെ കൊണ്ട് പോയത്, ഞങ്ങൾ വിചാരിച്ചു, എല്ലാവരും പറഞ്ഞു അമ്മയും കൊണ്ട് പോകാൻ പറ്റില്ല അത്. പക്ഷേ അമ്മ നല്ല ആരോഗ്യമായിരുന്നു, നല്ലപോലെ അമ്മ ബസ്സിൽ കയറി രണ്ടുപേരും പിടിച്ച് കയറണം കേട്ടോ. കാരണം വയസ്സായതുകൊണ്ട് കാലിങ്ങനെ നടന്ന് ഇങ്ങനെ വളഞ്ഞ് പോയി. അപ്പം അമ്മയുടെയൊക്കെ പ്രായത്തിലൊന്നും നമ്മളൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് പണ്ടത്തെ ആൾക്കാരല്ലേ, അവർ നല്ല സ്ട്രോങ് ആണ്. ഇപ്പോഴും അമ്മ തന്നെ നമ്മുടെ പണിയൊക്കെ ചെയ്യും, ഒക്കെ അമ്മ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യമുണ്ട്, പക്ഷേ മറവിയുണ്ട് കേട്ടോ. മറവി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും മറന്നു പോകും. എവിടെയാണ് സാധനങ്ങൾ വെച്ചെന്ന് ഓർമ്മയുണ്ടാവില്ല. പിന്നെ രാത്രി എല്ലാം ഇങ്ങനെ തപ്പി നടക്കും, ഉറക്കമില്ല. ഒരു സാധനം വെച്ച് കഴിഞ്ഞ് പിന്നെ എടുക്കും, പിന്നെയും വെക്കും, പിന്നെ എടുക്കും. അത് ചില സമയത്തേ ഉള്ളൂ കേട്ടോ, രാത്രി മാത്രമേ ഉള്ളൂ. ഏതോ ഒരു സമയം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ മൈൻഡ് ഡൈവേർട്ടാവും. അപ്പോൾ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തന, എൻ്റെ സാധനങ്ങൾ ആരും എടുത്തിട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അപ്പോൾ അമ്മനെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പ് കുറച്ച് ചെറിയ സ്റ്റെപ്പ് ആക്കുമായിരുന്നെങ്കിൽ എല്ലാവർക്കും ബസ്സിൽ കയറാൻ നല്ല എളുപ്പമായിരുന്നു. പിന്നല്ലോ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ബസ് അങ്ങ് പോവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഇറങ്ങുന്നോളം വരെ ബസ് വയ്ക്കും കേട്ടോ, പോവില്ല. അങ്ങനെ കൊണ്ടുപോയി അമ്മേനും കൊണ്ടുപോയി ഫിലിം കാണിച്ചു. അമ്മയ്ക്കൊന്നും അവർക്കൊന്നും ഇഷ്ടമാവത്തില്ല ഈ മാജിക്ക്. അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല ഇവരിങ്ങനെ പറക്കുന്നു, സ്പൈഡർമാൻ പോലെ പറക്കുന്നു, യക്ഷി എന്നറിയില്ല. പിന്നൊരു കാര്യം മറന്നുപോയി, അവിടെ ഷൂട്ട് ചെയ്ത പിന്നെ ഗുഹയില്ലേ, പയ്യവൂര്, എൻ്റെ നാടാണ് കേട്ടോ പയ്യവൂര്. അപ്പം അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ കാണാൻ പോകാനൊന്നും പറ്റിയില്ല. അത് എൻ്റെ നാടാണ് പയ്യാവൂര് കേട്ടോ. ഞങ്ങൾ അവിടെയാണ് ഞാൻ പോയി ചായയൊക്കെ കുടിക്കുന്നത്. അവിടെ നാട്ടിൽ മീൻസ് അവിടെ പോയി ചായ കുടിക്കുന്നത്. വീട്ടിൽ നിന്ന് എത്ര രൂപ, 20 രൂപ പോയിൻ്റേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ലോകയിലെ ഫേമസ് ആയ ആ ഗുഹ എൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് ഇപ്പോഴേ പറയുകയാണ്. പിന്നെ എന്നാ പറയാനുള്ളത്, പിന്നെ ഞാൻ കുറേ സ്ഥലത്ത് പോകണമെന്നൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നാട്ടിലേക്ക് വന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്കെങ്ങും പോകാൻ തോന്നില്ല. മഴയൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ, മഴ കുറവ്. പിന്നെ ഓണപ്പരിപാടിക്ക് പോയി. ഓണപ്പരിപാടി എന്താണെന്നറിയോ, ഓണപ്പരിപാടിക്ക് പോയിട്ട് ഞാൻ ഓണപ്പരിപാടി കൂടി ഞാൻ ഓണത്തിന് സാധാരണ നാട്ടിൽ വന്നിട്ട് കുറേ വർഷമായി. ഞാൻ എപ്പോഴും ഡിസംബർ അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അന്ന് ഓണത്തിന് വന്നപ്പോഴത്തേക്കും ഓണപ്പരിപാടി കാണണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച് പോയി. അതിൻ്റെ കലം തല്ലിപ്പൊട്ടിയിട്ട് ഞാൻ കൂടി. അപ്പം കലം പൊട്ടിയിട്ട് കൂടിയിട്ട് എൻ്റെ കണ്ണൊക്കെ കെട്ടി കേട്ടോ. അപ്പം കുറേ പേരുണ്ട്, നമ്മൾ കുറേ പേര് നിൽക്കുമല്ലോ. ഞാൻ കണ്ണടച്ചിട്ട് 2-3 പ്രാവശ്യം പോയി തട്ടി. അപ്പോൾ അവരെന്നോട് പറയുന്നുണ്ട് ഒറ്റയടിക്ക് പൊട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ പയ്യെ അടിച്ച് പൊട്ടിക്കണമെന്ന്. എനിക്ക് തോന്നില്ല അങ്ങനെയെന്ന്. പക്ഷെ അവരെന്നെ അടിച്ച് പൊട്ടിക്കാൻ വിട്ടില്ല കേട്ടോ, വേറെ ആർക്കോ കിട്ടി. അത് കഴിഞ്ഞ് ഏകാംഗി വടംബലം എന്ന് പറഞ്ഞൊരു വടംബലിയുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഏകാംഗി വടംബലം. അല്ല സോറി ഏകാംഗി വടംബോന്ന് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയല്ലേ. അതുണ്ട്. അത് നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അവർ നമ്മുടെ ഈ പൈപ്പില്ലേ, PVC പൈപ്പ്, ആ പൈപ്പിൽ നിറച്ച് എണ്ണ തേച്ചിട്ട് നമ്മുടെ കൈയൊക്കെ നല്ലപോലെ എണ്ണ തേച്ചിട്ട് നമ്മൾ ഇത്ര നീളമുള്ളൂ, ഇവിടെ നിന്നൊരു എത്ര നീളമെന്ന് പറയാം, കുറച്ച് നീളം കാണുള്ളൂ. എന്നിട്ട് അവിടെ ഒരാൾ നിൽക്കും, ഇവിടെ ഒരാൾ നിന്നിട്ട് പിടിക്കും. അപ്പം അവിടെ നിന്ന് ആര് പിടിച്ചിട്ട് വലിച്ച് ഇങ്ങോട്ട് തോൽപ്പിക്കുന്നു അവർക്ക് 1200 റുപ്പീസ് പിന്നെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളതിന് 30 റുപ്പീസ് കൊടുക്കണം കേട്ടോ. അത് പിരിച്ചിട്ട് കളത്തിയിട്ടാണല്ലോ നമുക്ക് പൈസ തരുന്നത്, കാരണം അവിടെ നിന്ന് പോകാൻ പാടില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ റൗണ്ട് ഞാൻ ജയിച്ചു. രണ്ടാമത്തെ റൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നത് കുറച്ചിങ്ങ് മാറിപ്പോയി. പിന്നെ ഉണ്ടല്ലോ എൻ്റെ കൈ പ്രത്യേകിച്ച് അവർ ടിപ്പ് ചെയ്ത് കേട്ടോ എണ്ണയിൽ. അപ്പോൾ എണ്ണയ്ക്ക് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ, കോക്കനട്ട് ഓയിൽ നല്ല റേറ്റ് ആയിരുന്നു. അവർ പറയുന്നുണ്ട് നല്ല അവിടെ ഒന്നും അതുപോലെ ടിപ്പ് ചെയ്യില്ല. എൻ്റെ കൈ നല്ലൊരു ടിപ്പ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇവർ ജയിക്കേണ്ടതെന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്നൊരു സംശയം, ഒരു ഡൗട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിൽ തോറ്റുപോയി. പിന്നെ ആയിരുന്നു കസരകളി കണ്ടു, താറാവിടുത്തുണ്ടായിരുന്നു, ഡക്ക്. പിന്നെ ഇത് ഡക്കിന് നമ്മളൊരു വലയ്ക്കകത്തിട്ട് അതിനെ നമ്മൾ എല്ലാവരും കൂടി പിടിക്കുന്ന, ആര് പിടിക്കുന്നോ അവർക്ക് അതിനെ കൊണ്ടുപോകാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ നല്ലപോലെ അടിച്ച് പൊളിച്ചിട്ടാണ് വന്നത്. ഇത് ക്ലിയർ ആകുന്നില്ലല്ലോ ഇങ്ങോട്ട്. അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. കുളിക്കണം, ഒന്ന് ചായ കുടിക്കണം. ഞാൻ എണീറ്റ് അങ്ങനെ വന്ന് മുഖം കഴുകിയിട്ട് മുടി പോലും ചീകില്ല കേട്ടോ. ഞാൻ ചില സമയത്തുണ്ടല്ലോ ഈ എൻ്റെ കോമ്പൊക്കെ ഇടുന്ന പൗച്ച് ഞാൻ ഹോസ്പിറ്റൽ എടുക്കാൻ മറന്നു പോകും. ഇവിടെ എന്തെല്ലാം ആവശ്യമൊക്കെ എടുത്ത് വെക്കുന്നല്ലേ. എന്നിട്ട് ഞാൻ എന്തെന്നറിയാമോ, അവിടെ പോയിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആക്കിയിട്ട് കെട്ടും. കാരണം എനിക്ക് കോമ്പ് വേണമെന്നില്ല എൻ്റെ ഹെയറിന്. ഇങ്ങനെയുണ്ടോ ഇങ്ങനെ കെട്ടുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഇരിക്കും.
അങ്ങനെയൊക്കെയാണ്. ഈ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഫേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അല്ല, എല്ലാം പോയി. നൈറ്റ് കഴിഞ്ഞാലേ പിന്നെ ശരിയാകത്തുള്ളൂ. അപ്പോൾ എനിക്ക് 7 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 7 മണിക്ക് ഞാൻ ഇന്നലെ ഇപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിൽ ഫുഡ് കഴിക്കാറില്ല. അപ്പം ഈ ഒരാഴ്ചയായിട്ട് എൻ്റെ ഫ്രണ്ട്സ് നമുക്കൊക്കെ എല്ലാവർക്കും ഒരു ക്ലോസ് ഗ്യാങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കൂടെയാണ് ഇപ്പം നൈറ്റ് ഡ്യൂട്ടി. അപ്പം അവൾ എന്താ പറയുക, ചോറ് കൊണ്ടുവരും. ചോറിൻ്റെ കൂടെ പിന്നെ നല്ല കറികളാണ് കേട്ടോ, നല്ലപോലെ നമ്മൾ നാട്ടിൽ വെക്കുന്ന പോലത്തെ ചോറ്, നല്ല കൈപ്പുണ്യം അവൾക്ക്. പിന്നെ ഞങ്ങൾ ഡോക്ടർ മലയാളി അവരൊക്കെ കൂടി നിന്ന് കഴിക്കും. അതുകൊണ്ട് ഞാൻ ചോറ് കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് കൊണ്ടുപോകുന്നില്ല, ഇന്നിപ്പോൾ സമയമായില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് കേട്ടോ, പാസ്ത. അത് കഴിഞ്ഞ് ഇതുവരെയും കഴിച്ചിട്ടില്ല. സമയം ഇപ്പം 6 മണി കഴിഞ്ഞു. 6 മണി കഴിഞ്ഞു. അപ്പം ഞാൻ ചായ എന്തെങ്കിലും കുടിക്കും, മധുരം ഇടാതെ. ഇതില്ലേ എന്നാ കൽത്തപ്പം എന്നാണോ അറിയില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. അത് കൂട്ടി ചായ കുടിച്ചിട്ട് 7 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു നല്ലൊരു കടയുണ്ട് കേട്ടോ. ആ കടയിൽ പോയിട്ട് പപ്സ് വാങ്ങിയിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ ഡിന്നർ പപ്സാണ്. ഇപ്പം എന്നാ പറയാനുള്ളേ, നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുഞ്ഞത്തോട് കുറേ വീഡിയോ എടുത്തു, കുറേ വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ ഡെയിലി ഓട്ടമായിരുന്നെന്ന് പറയാം. ഡെയിലി പിന്നെ ഒരു കാര്യം, വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോകും, കടയിൽ പോയി പിന്നെയും ചായ കുടിക്കും. ആ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും, വേറെ കടകളൊക്കെ ആണല്ലോ. പിന്നെ അവിടെ കയറി ചായ കുടിക്കും. പിന്നെ അവിടെ കയറി നമ്മൾ പിന്നെ പഴംപൊരി കഴിക്കും. അയ്യോ, എന്തേരം പഴംപൊരി കഴിച്ചെന്നുള്ളത് എനിക്ക് ഓർക്കാനേ വയ്യ. പഴംപൊരി പിന്നെ നെയ്യപ്പം എനിക്ക് പണ്ടത്തെ ടേസ്റ്റ് കിട്ടിയിട്ടാ നെയ്യപ്പം കഴിച്ചു. എനിക്ക് ഓർക്കാൻ വയ്യ. നമ്മൾ കുറച്ച് ദിവസം നാട്ടിൽ നിന്ന് കഴിയുമ്പോൾ അവിടെ നിൽക്കാൻ തോന്നുന്നില്ല, തിരിച്ചു വരാൻ തോന്നത്തില്ല അല്ലേ? അപ്പം എന്നാ പറയാനുള്ളേ? അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. എന്തെന്നറിയോ, ഞാൻ എവിടെ പോയിട്ട് ഞാൻ തന്നെയാന്ന് തോന്നുന്നു എവിടെ പോയിട്ട് വന്നതാണ്. പോയിട്ട് വരുന്ന സമയത്ത് ഓട്ടോയിലാണ് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം എൻ്റെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ബാഗ് ഇടും. അപ്പോൾ ഈ ഓട്ടോ തിരിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വേണം ഇവിടുന്ന് തിരിച്ചാൽ മതി, അവർക്ക് തിരിച്ചു തിരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പയ്യെ ഓട്ടോ നിന്ന് ഇറങ്ങും. എൻ്റെ ബാഗ് ഉണ്ടല്ലോ താഴെ വീണു. അപ്പം എൻ്റെ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ ഇതുപോലെ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യണമെന്ന് വിചാരിച്ച് കയ്യിലെടുത്ത്, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ബാഗ് വെച്ചേനെ. അപ്പോൾ ഇനിയൊരു മൊബൈൽ ഉണ്ടായിരുന്നു, ഇനിയൊരു മൊബൈൽ ഈ ബാഗിലായിരുന്നു. ഈ ബാഗ് അങ്ങ് നിലത്ത് വീഴുകയും നമ്മുടെ ഓട്ടോയുടെ പിറകിലത്തെ വീല് വന്ന് എൻ്റെ ബാഗിലേക്ക് കയറി, ബാഗിൻ്റെ മുകളിൽ കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ആയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ പിന്നെ മോയ്സ്ചറൈസർ ഫേസ് ക്രീമുണ്ട്, അത് മാത്രം കുറച്ചിങ്ങനെ ചളുങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് വെറുതെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് മൊബൈൽ നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ ഡിസ്പ്ലേ പോയിരിക്കുന്നു. അങ്ങനെ എൻ്റെ ആ മൊബൈലിൻ്റെ ഒരു പണിയായിപ്പോയി. അങ്ങനെ ഈ മൊബൈലേ ഉള്ളൂ. അത് ഞാനിങ്ങനെ സംസാരിക്കാനൊക്കെ എടുക്കുന്ന മൊബൈലായിരുന്നു. ഇനിയിപ്പോൾ ഡിസ്പ്ലേ ആക്കണമെങ്കിൽ തന്നെ നല്ല പൈസ കൊടുക്കണം. അങ്ങനെ നാട്ടിൽ പോയതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമായി, മൊബൈൽ പോയി കിട്ടി. അതിൻ്റെ ഇടയിൽ ഈ മൊബൈൽ ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ നമ്മുടെ എന്നാ പറയുക, ടെമ്പർ ഗ്ലാസ് അവിടെ നിന്ന് ആക്കി തന്നത്, പിന്നെ ഇവിടെ നിന്ന് ആക്കിയത് അത് നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ മൊബൈലിനൊക്കെ ഉള്ള ടെമ്പർ ഗ്ലാസ് എന്ന് പറയുമ്പം ഒട്ടിക്കുന്നതല്ല, അവർ ഗമ്മാക്കി ഒട്ടിക്കിയത്. അതിങ്ങനെ ഒഴുകി വന്ന് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് വീണു. എനിക്ക് ഒത്തിരി അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. എന്തെന്നറിയോ, ഞാൻ എവിടെ പോയിട്ട് ഞാൻ തന്നെയാന്ന് തോന്നുന്നു എവിടെ പോയിട്ട് വന്നതാണ്. പോയിട്ട് വരുന്ന സമയത്ത് ഓട്ടോയിലാണ് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം എൻ്റെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ബാഗ് ഇടും. അപ്പോൾ ഈ ഓട്ടോ തിരിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വേണം ഇവിടുന്ന് തിരിച്ചാൽ മതി, അവർക്ക് തിരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പയ്യെ ഓട്ടോ നിന്ന് ഇറങ്ങും. എൻ്റെ ബാഗ് ഉണ്ടല്ലോ താഴെ വീണു. അപ്പം എൻ്റെ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ ഇതുപോലെ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യണമെന്ന് വിചാരിച്ച് കയ്യിലെടുത്ത്, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ബാഗ് വെച്ചേനെ. അപ്പോൾ ഇനിയൊരു മൊബൈൽ ഉണ്ടായിരുന്നു, ഇനിയൊരു മൊബൈൽ ഈ ബാഗിലായിരുന്നു. ഈ ബാഗ് അങ്ങ് നിലത്ത് വീഴുകയും നമ്മുടെ ഓട്ടോയുടെ പിറകിലത്തെ വീല് വന്ന് എൻ്റെ ബാഗിലേക്ക് കയറി, ബാഗിൻ്റെ മുകളിൽ കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ആയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ മോയ്സ്ചറൈസർ ഫേസ് ക്രീമുണ്ട്, അത് മാത്രം കുറച്ചിങ്ങനെ ചളുങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് വെറുതെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് മൊബൈൽ നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ ഡിസ്പ്ലേ പോയിരിക്കുന്നു. അങ്ങനെ എൻ്റെ ആ മൊബൈലിൻ്റെ ഒരു പണിയായിപ്പോയി. അങ്ങനെ ഈ മൊബൈലേ ഉള്ളൂ. അത് ഞാനിങ്ങനെ സംസാരിക്കാനൊക്കെ എടുക്കുന്ന മൊബൈലായിരുന്നു. ഇനിയിപ്പോൾ ഡിസ്പ്ലേ ആക്കണമെങ്കിൽ തന്നെ നല്ല പൈസ കൊടുക്കണം. പോയതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമായി, മൊബൈൽ പോയി കിട്ടി. അതിൻ്റെ ഇടയിൽ ഈ മൊബൈൽ ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ നമ്മുടെ എന്നാ പറയുക, ടെമ്പർ ഗ്ലാസ്
അവിടെ നിന്ന് ആക്കി തന്നത്. പിന്നെ ഇവിടെ നിന്ന് ആക്കി തന്നത് അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ എൻ്റെ മൊബൈലിനൊക്കെ ഉള്ള ടെമ്പർ ഗ്ലാസ് എന്ന് പറയുമ്പം ഒട്ടിക്കുന്നതല്ല, അവർ ഗമ്മാക്കി ഒട്ടിക്കിയത്. അതിങ്ങനെ ഒഴുകി വന്ന് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് വീണു. എനിക്ക് ഒത്തിരി പൈസ മുടങ്ങി കേട്ടോ.